നിൽക്കുകയാണ്. ഞങ്ങളെ ആക്രമിച്ചുകൊണ്ട് ബലാത്കാരമായി അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോവുകയാണ്. മാത്രമല്ല ആ ബുക്ക് ഇപ്പൊ കീറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. ഉദയൻ എന്ന് പറയുന്ന വേറെ വാക്ക് പറയുന്നത് കൗൺസിലറാണ്. സ്ത്രീകൾ, അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പെങ്ങന്മാരെ പിടിക്കാൻ കഴിയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കില്ല എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഒന്നുമില്ല, ഒരു കൊലക്കേസ്, കാപ്പ കേസിലെ പ്രതിക്ക്, ആ പ്രതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം മേയറിന്റെ താഴത്തുള്ള സകല ശുണ്ണിക്കുട്ടന്മാരും കൂടെ കാണിക്കുന്ന ചെറ്റത്തരങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ശുണ്ണിക്കുട്ടന്മാരുടെ നേതാവായിട്ടുള്ള തിരുവനന്തപുരം മേയറും കൂടാണ് സകല പരിപാടികളും ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ശുണ്ണിക്കുട്ടന്റെ ഈ പറഞ്ഞ കാപ്പ കേസിലെ സുഗതൻ മാറിപ്പോയി. ഇവന്മാർക്കൊക്കെ ഈ ശുണ്ണി പേരുകളായതുകൊണ്ട് ആ പറഞ്ഞ സുഗതൻ ജയിലിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് 3ാമത്തെ കൗൺസിൽ യോഗമാണ്. കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിനും നമ്മുടെ ശുണ്ണിക്കുട്ടൻ പങ്കെടുത്തിട്ടില്ല. കാരണം ഒളിവിലായിരുന്നു. പല സ്ഥലത്ത് തോന്നിയ പോലെ നടത്തമായിരുന്നു, പിടുത്തമായിരുന്നു, കിടത്തമായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ശുണ്ണിക്കുട്ടനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടുകൂടി ശുണ്ണിക്കുട്ടന് ഈ ഒരു കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതും, ആ ഒരു കൗൺസിൽ യോഗത്തിന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ അതിൽ സൈൻ ചെയ്യാൻ, അതായത് അറ്റൻഡൻസ് ബുക്കിൽ സൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും, ഈ 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള യോഗങ്ങളിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ശുണ്ണിക്കുട്ടൻ്റെ കൗൺസിൽ സ്ഥാനം നശിക്കും, അല്ലെങ്കിൽ തീർന്നു പോകും. അതോടുകൂടി BJP ഭരണ പ്രതിസന്ധി നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ, സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന കോർപ്പറേഷനിലെ ഭരണം വരെ ഒരു അനിശ്ചിതാവസ്ഥയിലോട്ട് പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നല്ലപോലെ നമ്മുടെ ഈ പറഞ്ഞ ശുഗണൻ്റെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ BJP സംഘ പരിവാണങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ വാൺസ് എല്ലാവരും കൂടെ ഇന്ന് ഏതെങ്കിലും രീതിയിൽ ആ പറഞ്ഞ യോഗത്തിന് വന്നിട്ടുള്ള ആ ഒരു ബുക്കിൽ ശുഗണൻ്റെ പേര് കുത്തിക്കയറ്റാനുള്ള ഒരു വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടി എല്ലാം അവിടെ ഉണ്ടായിട്ടുള്ളത്. അതാണെന്നോ പെണ്ണെന്നോ ഇല്ല, മൊത്തത്തിൽ അടിയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു രംഗം. അതായത് ഏകദേശം ഒരു ഇത്രയും ഒരു വലിയ ബുക്ക്ലെറ്റിൻ്റെ അത്രയും അധികം എന്താ പറയുക, അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം കൂടെ എടുത്ത് വന്നപ്പം 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മേയർ എല്ലാം പാസ്സാക്കി. അത് വായിക്കാനോ കേൾക്കാനോ ഒന്നും നിന്നിട്ടില്ല, കംപ്ലീറ്റ് പാസ്സാക്കി. ഓട്ടിപ്പോയിട്ട് മക്കളെ ഓട്ടിക്കോ, വേഗം പിടിച്ചോ, നമ്മുടെ അറ്റൻഡൻസ് ബുക്ക് എടുത്ത് ചാടിക്കോ, അതും കൊണ്ട് അങ്ങ് വലിച്ചു കീറിയേക്ക്. അതോടുകൂടി നമ്മുടെ ശുഗണൻ രക്ഷപ്പെടും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ശബരിനാഥ് ഇടയിൽ കയറി കൈയിട്ടു. പുള്ളി അതങ്ങ് പിടിച്ചു വെച്ചിട്ട് അവിടെ വന്ന ആൾക്കാരോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. ഒരാൾ പോലും സൈൻ ചെയ്യാണ്ട് തോന്നിയ പോലെ അതിൽ ശുഗണൻ്റെ പേര് കുത്തിക്കയറ്റാനുള്ള ട്രൈ, അല്ലെങ്കിൽ പണ്ടത്തെ മീറ്റിങ്ങുകളുടെ പേജുകൾ കീറിക്കളയുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ബേസിക് കാര്യം, അതായത് ഇവന്മാരുടെ ഉദ്ദേശം. ഏതായാലും ശബരിനാഥ് അത് പിടിച്ചു വെച്ച രംഗങ്ങളാണ് ഭയങ്കര രസം. നിങ്ങളത് കണ്ടിട്ട് അവിടുന്ന് എടുത്തു കൊണ്ടുവന്ന മറ്റൊരു കൊലവാണം ഐറ്റം ഉണ്ട്. ആ ഐറ്റത്തിൻ്റെ എന്താ പറയുക പരിപാടികളും കൂടെ നമുക്ക് കാണാം. ആദ്യം നമ്മൾ ശബരിനാഥ് ഈ കൗൺസിലേഴ്സിന് എല്ലാവരും കൂടെ പിടിച്ചതിൽ സൈൻ ചെയ്യുന്ന രംഗം ഉണ്ട്, കണ്ടു നോക്ക്. UDF അംഗങ്ങൾ നമ്മൾ അറ്റൻഡൻസ് ഇടുകയാണ്. കാരണം സുഗതന് വിട്ടില്ല, ആരും വിട്ടില്ലെങ്കിൽ പിന്നെ ഇല്ലാതാക്കാമല്ലോ. അത് വെച്ച് സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. പക്ഷെ UDF അംഗങ്ങൾ ഇപ്പോൾ ഒപ്പിടും. അഡ്വക്കേറ്റ് ബിന്ദു BJP അംഗങ്ങൾ ആരും ഒപ്പിട്ടിട്ടില്ല. ഞാൻ തോപ്പിടും. എന്റെ അറ്റൻഡൻസ് ഉണ്ട്. കൗൺസിൽ കൂടി കണ്ടല്ലേ നിങ്ങൾ, അവരവിടെ അത് സൈൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഈ ശുണ്ണിക്കുട്ടന്മാരുടെ ഏതോ ഒരു ശുണ്ണി അതിലൂടെ ചാടി വരുന്നുണ്ട്. ശുണ്ണി കൈ പിടിച്ച് എനിക്ക് ഇപ്പം സൈൻ ചെയ്യണം. അതെങ്ങനെ ഇവർ സൈൻ ചെയ്താലൊന്നും പോരാ, ഇവർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൂഫായി പോയി. അപ്പോഴേക്കും വേണ്ട പോലെ ശുഗണന്മാർക്ക് ശുണ്ണി കയറ്റാൻ പറ്റാത്തത് കൊണ്ട് ഒരു ശുണ്ണി അതിൽ കൂടെ കൈയിട്ട് വലിച്ച് എടുത്ത് കളയുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ക്ലോസപ്പ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. കണ്ടല്ലോ, കൊണ്ടുപോയി. ഇവിടെ ഏത് ശുണ്ണിയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് സൈൻ ചെയ്ത കൗൺസിലിൻ്റെ അറ്റൻഡൻസ് ബുക്ക് ആ ഒരു ശുണ്ണിക്കുട്ടൻ വലിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ വലിച്ചു കൊണ്ടുപോയതും പോരാ, അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ശുണ്ണിക്കുട്ടൻ ഇവരെ ആൾക്കാരെ കയറി അടിക്കുന്നതുണ്ട്. ഇനി അടിച്ചല്ലോ എന്ന് മാധ്യമ പ്രവർത്തകർ ഈ ശുണ്ണിക്കുട്ടനോട് ചോദിച്ചപ്പോൾ ശുണ്ണിക്കുട്ടൻ്റെ മറുപടി ഇങ്ങനെ ആയിരുന്നു. അതും കൂടെ ഒന്ന് കേട്ടിട്ട് പോവാം. പോലീസ് സംരക്ഷണം കിട്ടിയാലും നോക്കിക്കോ.
കണ്ടില്ലേ, ഈ ഷണ്ണി ശുങ്കിക്കുട്ടൻ പറഞ്ഞിട്ടില്ല, 6 പോലീസ് ഉണ്ടെങ്കിലും ഞങ്ങൾ അടിക്കും. അതാണ് നമ്മുടെ ഈ കേരളം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ അങ്ങോട്ട് മാറ്റി വെച്ച് നോർത്ത് ഇന്ത്യയിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അവിടെ മറ്റു പാർട്ടിക്കാർക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ കഴിയില്ല. കാരണം ഇങ്ങനത്തെ ശുണ്ണിക്കുട്ടന്മാരാണ് അവിടെ ഭരിക്കുന്നത്. തലയിൽ ഒരു ബോധമില്ലാണ്ട് ചാണകം മാത്രം നിറച്ചിട്ടുള്ള കുറച്ച് ചങ്കിക്കുട്ടന്മാർ. അതുപോലത്തെ ഒരു ചങ്കീസം കാണിക്കാൻ നോക്കിയതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈ കിട്ടിയപ്പം ഈ വക ചെറ്റകൾ. ആ ചെറ്റൻ്റെ വർത്താനം നിങ്ങൾ കേട്ടില്ല. അത് കഴിഞ്ഞ് ആ ചെറ്റ പിന്നെയും നിർത്തുന്നില്ല. ആ ചെറ്റ ന്യായീകരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, അതും കൂടെ നിങ്ങൾ കേട്ടിട്ട് വരണം. അതൊക്കെ സ്ത്രീകളെ കൈ പിടിക്കണം എങ്ങനെയാണ്? സ്ത്രീകളെ കൈയേറ്റം ചെയ്യണം എങ്ങനെയാണ്? നിങ്ങൾക്ക് നേരെ ആക്രമിക്കായിരുന്നു. അതിനൊന്നും നമുക്ക് ആർക്കും പരാതിയില്ല. എനിക്ക് ഒപ്പിടണം, എനിക്ക് മിനിറ്റ്സ് വേണം. ആ മിനിറ്റ്സ് ബോധപൂർവ്വം മിനിറ്റ്സ് കൈയടക്കി വച്ചിരിക്കുമ്പോൾ അതിനകത്ത് കൃത്രിമങ്ങൾ കാണിക്കുവാൻ വേണ്ടി ഒരു ഗൂഢാലോചന LDF UDF കൂടെ നടത്തിയതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒപ്പിട്ടണ്ടേ? കൗണ്ടർ കാളിൽ നിന്ന് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിടണം. ആ അവകാശത്തെയാണ് ശബരിനാഥ് തടഞ്ഞു വെച്ചത്. ആ തടഞ്ഞു വെച്ചാൽ എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമല്ലോ, എനിക്ക് ഒപ്പിടണ്ടേ? ആ ഒപ്പിടാൻ ചോദിച്ചോ മിനിറ്റ് നമുക്ക് തന്നാ പോരെ? അത് തരൂല എന്നും എന്നെ ആക്രമിക്കുവാനും ശ്രമിക്കുന്നതല്ല ഏറ്റവും ഗുരുതരമായ തെറ്റ്. എന്റെ അവകാശത്തെയാണ്. ശുണ്ണിക്കുട്ടൻ ഒപ്പിടാൻ മുട്ടിയതുകൊണ്ടാണ് ശുണ്ണിക്കുട്ടൻ അവിടെയുള്ള സ്ത്രീകളെ മൊത്തം അടിച്ചൊതുക്കി ശബരിനാഥിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. ശുണ്ണിക്കുട്ടൻ ഒപ്പിടാൻ മുട്ടി നിൽക്കല്ലേ? ശുണ്ണിക്ക് ഒപ്പിടണ്ടേ? ശുണ്ണി അവിടെ പരിപാടി അവതരിപ്പിച്ചതല്ലേ? ശുണ്ണി ഒപ്പിടുന്നതിൽ എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? അത് വലിയ തെറ്റല്ലേ? ശുണ്ണിയുടെ ഒപ്പിടാനുള്ള സ്വാതന്ത്ര്യത്തിന് എങ്ങനെ ശബരിനാഥനും അവിടുത്തെ കൗൺസിലർമാർ ചോദ്യം ചെയ്യുക? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശുണ്ണി 5 മിനിറ്റ് കഴിഞ്ഞ് ശുണ്ണി ഒപ്പിടാന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അവിടെ വന്ന സകല കൗൺസിലർ, അത് പെണ്ണാണോ ആണാണോ എന്നില്ല, മുഖത്ത് വരെ അടിച്ചിട്ടാണ് ശുണ്ണി അങ്ങോട്ട് ഇടിച്ചു കയറിയത്. ഒരു ചാണകത്തിന്റെ ശരാശരി ബുദ്ധി അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ബുദ്ധിയൊന്നും നമ്മൾ ഈ ചാണകങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ചിന്തയിൽ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ശുണ്ണിനോട് പത്രക്കാർ ചോദിക്കും, ഇങ്ങനെയൊക്കെയാണോ ഒപ്പിടല്? നിങ്ങൾ അവിടെ കയറി ആൾക്കാരൊക്കെ അടിച്ചിട്ടില്ലേ എന്ന് ശുണ്ണി ചോദിച്ചപ്പോൾ ആരടിച്ചു? ഇവിടെ സോഷ്യൽ മീഡിയകളില്ലേ, ഇവിടെ എന്താ ക്യാമറകളില്ലേ, ഇവിടെ CCTVകളില്ലേ, അതിലൊന്നും അടിച്ചത് കണ്ടിട്ടില്ലല്ലോ. ശുണ്ണി അടിച്ചത് മാത്രമേ ഈ പറഞ്ഞ എല്ലാ ഫോട്ടോസിലും അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും വന്നിട്ടുള്ളൂ. അത് ശുണ്ണി മാത്രം അത് അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. അതാണ് ശുണ്ണിന്റെ ബുദ്ധി, ചങ്കിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. എന്റെ അവകാശം ഞാൻ ചോദിക്കുമ്പോ എങ്ങനെയാണ് പ്രകോപനം ഉണ്ടാവുന്നത്? എന്നെ കയ്യെത്തിച്ചത് ശബരിനാഥ്. ശുണ്ണി അവിടെ പേര് ആ പെണ്ണുങ്ങളിടയിൽ കൂടി ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ശുണ്ണിന്റെ കൂട്ടരാണ് ശുണ്ണിന്റെ ഷർട്ട് അടക്കം കയറി വലിച്ചുകൊണ്ട് പോയത്. ആ കൂട്ടത്തിലാണ് ശുണ്ണി ഈ പറഞ്ഞ ബുക്കും കൂടെ വലിച്ചുകൊണ്ട് പോയത്. പ്രകോപനമൊന്നുമില്ല. ശുണ്ണി ചെറുതായിട്ട് അവിടെയുള്ള കൗൺസിലർമാരൊക്കെ കയറി പിടിച്ചു, പിടിക്കേണ്ടിടത്തൊക്കെ പിടിച്ച് ശുണ്ണി ഒന്ന് സുഖിച്ച് അതിൻ്റെ കൂടെ ബുക്ക് എടുക്കാൻ നോക്കിയതായിരുന്നു. ശുണ്ണിക്ക് നല്ലപോലെ അവിടുന്ന് കൗൺസിലേഴ്സ് കൊടുത്തു. അത്രയേ ഉള്ളൂ. വേറെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതുള്ളൂ. ഇതിനുള്ള മറുപടി വ്യക്തമായിട്ട് ശബരിനാഥ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ അവന്മാരെന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ എന്നുള്ളത്. ഇവിടെ നമ്മുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ മിനിറ്റ്സ് ബുക്ക് അതിന്റെ ഭാഗമായി അവർ കീറി കളഞ്ഞു. അപ്പൊ ഇനി സുഗതന് കോടതി പോകുമ്പോൾ എളുപ്പമാണ്. ആ മിനിറ്റ്സ് ബുക്ക് ഇതിന്റെ ഭാഗമായി മിനിറ്റ്സ് ബുക്ക് കീറി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ബുദ്ധിപരമായി മിനിറ്റ്സ് ബുക്ക് കീറി കളഞ്ഞ് സുഗതനെ ഇറക്കാൻ ഇവിടെ നമ്മുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. കാണിച്ചു തരാം. സുഗതന് വേണ്ടി അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാതെ മാറ്റി വെച്ചിരുന്നു. നമ്മളത് കണ്ടുപിടിച്ച് അറ്റൻഡൻസ് നമ്മൾ ഇട്ടു. മേയറാണ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ സഭ്യമായി സഭ കൊണ്ടുവരേണ്ട മേയർ ഇത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ പറയാം, ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന വേറെ വാക്ക് പറയുന്നത് കൗൺസിലറാണ്. സ്ത്രീകൾ, അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പെങ്ങന്മാരെ കയറി പിടിക്കാൻ കഴിയുന്നത്. അവനാണ് കൊച്ചു കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. ദേഹത്തോടെ പിടിച്ചു. നമ്മൾ നിങ്ങൾ വീഡിയോ നോക്കൂ. മേയറാണിത് മൊത്തം ചെയ്തിരുന്നത്. വെള്ളം കൂടി ഒഴിക്കും. എന്താ കാണുന്നത്? പിന്നെ അവരുടെയൊക്കെ ഈ ബീഹാറിലെ UP-യിലെ അഹങ്കാരം അവരുടെ ആൾക്കാർ അവർ വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ UDF കൗൺസിലേഴ്സിന്റെ സ്ത്രീകളുടെയും കൗൺസിലേഴ്സും ഇങ്ങനെ തട്ടാൻ പേടിക്കണോ വിചാരിക്കണമെന്നും അവന്റെ വീട്ടിൽ കാണിച്ചാൽ മതി. അവന്റെ സംസ്കാരം, അവനാണ് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ആർക്ക് സംസ്കാരം? എൻ്റെ പൊന്നു ശബരിനാഥ, ഈ BJP-യിൽ ഏതെങ്കിലും ചങ്കിക്ക് ഒന്നൊരു സംസ്കാരം കാണിച്ചു തരാൻ പറ്റും? ഒരൊറ്റ ഒന്നുമില്ല. ഈ അച്ഛൻ ഭരിക്കുന്ന അങ്ങ് തലതൊട്ട് അപ്പം മുതൽ ഈ താഴത്തുള്ള കോർപ്പറേഷനിൽ ഭരിക്കുന്ന WB-ക്ക് വരെ ഒരു സംസ്കാരവും കോണവും എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളെ പലവട്ടം കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇവന്മാർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കുരങ്ങൻ്റെ പൂമാലല്ല, കുരങ്ങൻ്റെ കുന്തിരികം കിട്ടിയതിനേക്കാൾ വലിയ അവസ്ഥയാണ്. ഇത് മണത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാണ്ട് ഇവന്മാർ അവിടെ കുത്തിക്കഴപ്പും കുത്തിത്തിരിപ്പും കാണിച്ചുകൊണ്ടിരിക്കും. അതല്ലാണ്ട് ഒരു തേങ്ങ ഇവന്മാരുടെ കയ്യിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതല്ലാണ്ട് ചങ്കിക്ക് സംസ്കാരവും ഉണ്ടാവില്ല. ചങ്കി ഞാൻ എപ്പോഴും പറഞ്ഞു, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, പട്ടിണിയിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ ജീവിച്ച് പട്ടിണി കിടന്ന് ചത്ത് പുഴുത്ത് നാറിച്ചാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആണ് ഈ സംഖ്യ എന്ന് പറഞ്ഞത്. അതിനപ്പുറത്തോട്ടൊന്നും സംഖ്യയ്ക്ക് വലിയ വില ഒന്നും കൊടുക്കേണ്ട കാര്യം ഈ ലോകത്തില്ല, ഈ രാജ്യത്തുമില്ല. അതിനിപ്പോൾ ഏത് സൈബർ സംഖ്യ ആണെങ്കിലും വേണ്ടില്ല, ഏത് മറ്റേത് സംഖ്യ ആണെങ്കിലും ഒരൊറ്റ ഒന്നും ഞാൻ പറഞ്ഞ കാര്യമില്ല എന്നുള്ളത് ഇന്നത്തെ പരിപാടിയിൽ വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അപ്പം ഇതാണ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത്. ഏതായാലും സകല സംഖ്യകൾക്കും തിരുവനന്തപുരം സംഖ്യകളുടെ കയ്യിലോട്ട് വെച്ച് കൊടുത്ത ആളുകൾക്കും മനസ്സിലാവേണ്ടത് സംഖ്യയുടെ സംസ്കാരം എന്താണെന്നുള്ളത്. അവൻ അമ്മേനെയും പിടിക്കും, പെങ്ങളെയും പിടിക്കും, കൂട്ടത്തിലുള്ള സ്വന്തം മക്കളെ കയറി പിടിക്കും സംഖ്യ എന്ന് പറയുന്നത്. അതിനിപ്പോൾ വീട്ടിലെ ചെറിയ ആൺകുട്ടികളാണെങ്കിലും വേണ്ടില്ല, അത് അങ്ങ് ശാഖയിൽ കൂട്ടി കൊടുക്കുകയും ചെയ്യും. അതിനപ്പുറത്തോട്ടൊന്നും സംഖ്യൻ്റെ സംസ്കാരം ഇവിടെ ആരും പറയിപ്പിക്കും വേണ്ട, പറയുകയും വേണ്ട.
കഷ്ടം.